ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. നമ്മുടെ റിയൽ അനാലിസിസിൻ്റെ നെക്സ്റ്റ് സെറ്റ് ഓഫ് 15 ക്വസ്റ്റ്യൻസിൻ്റെ ക്ലാസ്സാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും നോട്ട് വാങ്ങണം, നോട്ട് പ്രിപ്പയർ ചെയ്യണം, പഠിച്ചു തുടങ്ങണം. ഇനി നമുക്ക് കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. നമ്മൾ ആ കുറച്ച് ദിവസങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ എന്തായാലും നമുക്ക് നമ്മുടെ സെറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റും. സോ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എസ് എന്ന് പറയുന്നത് 2, 4, 6 എക്സെട്ര. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ഇൻഫിമം കാണാനാണ് പറഞ്ഞേക്കുന്നത്. ഇൻഫിമം എന്ന് പറയുന്നത് എന്താണ്? ഇൻഫിമം എന്ന് പറയുന്നത് ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ടാണ്. എന്ത്? ഇൻഫിമം, ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട്. ഓക്കെ, ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട്. ചെറുതുങ്ങൾ എടുത്തിട്ട് അതിലേറ്റവും വലുത്. അപ്പോൾ ഇവിടെ ഏറ്റവും ചെറുത് ഏതാണ്? 2 ആണ്. അപ്പോൾ 2, പിന്നെ 1, 0 അല്ലേ? അതായത് ഇങ്ങനെ പോയി 0, 1, 2. ഇതിലേറ്റവും വലുത് ഏതാണ്? 2 ആണ്. അപ്പോൾ ഇവിടെ ഇൻഫിമം എന്ന് പറയുന്നത് എന്താണ്? 2 ആണ്. ഓക്കെ, അപ്പോൾ ഇൻഫിമം എന്ന് പറയുന്നത് ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ടാണ്. ഇൻഫിമം ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എസ് ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ 0, -1, -2, -3 എക്സെട്ര. ഇവിടെ സുപ്രീമം ആണ് ചോദിച്ചേക്കുന്നത്. സുപ്രീമം എന്ന് പറയുമ്പോൾ എന്താണ്? ലീസ്റ്റ് അപ്പർ ബൗണ്ടാണ്. എന്ത്? ലീസ്റ്റ് അപ്പർ ബൗണ്ടാണ്. എന്ത്? നമ്മുടെ സുപ്രീമം, ലീസ്റ്റ് അപ്പർ ബൗണ്ട്. അപ്പോൾ ഇതിൽ വലുത് ഏതാണ്? വലുതെന്ന് പറയുമ്പോൾ 0, 1, 2, 3 അങ്ങനെ പോകും. അതിലേറ്റവും ചെറുത് ഏതാണ്? 0 ആണ്. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് 0 ആണ്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ സുപ്രീമും അതുപോലെ തന്നെ ഇൻഫിമും കാണുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ A is equal to set of all 3n plus 5 by 2n plus 5 n element of n, find least upper bound. ലീസ്റ്റ് അപ്പർ ബൗണ്ട് അതായത് സുപ്രീമും ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് അതായത് ഇൻഫിമാണ് ഈ പറയുന്ന സീക്വൻസിൻ്റെ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്നിന് 1 കൊടുക്കുമ്പോൾ 3 × 1 3 + 5 8 ഡിവൈഡ് ബൈ 2 × 1 2 + 5 7 ആണ്. 8/7 ആണ് വരുന്നത്. ഓക്കെ, ഇവിടെ 2n + 2 ആട്ടോ. 2n + 2. അപ്പോൾ 2 × 1 2 + 2 4 ആണ്. 8/4 എന്ന് പറയുന്നത് 2. ഓക്കെ, 8/4 2 ആണ്. ഇനി നമ്മൾ നെക്സ്റ്റ് എന്തിട്ട് കൊടുക്കണം? അടുത്ത ഡിജിറ്റ് ഇട്ട് കൊടുക്കുക. 2 ഇട്ട് കൊടുക്കുമ്പോൾ 3 × 2 6, 6 + 5 11/2 × 2 4 + 2 6. ഓക്കെ, 11/6 ആണ്. അപ്പോൾ എന്താണ്? 1 പോയിൻറ്റ് സംതിങ് വരും. ഓക്കെ, ഇനി അടുത്തത് ഇട്ട് കൊടുക്കുക. അതായത് അടുത്ത 3 ഇട്ട് കൊടുക്കുമ്പോൾ 3 × 3 9, 9 + 5 14, 14 ഡിവൈഡഡ് ബൈ 2 × 3 6, 6 + 2 8. അപ്പോൾ ഇവിടെയും എന്താണ്? 1 പോയിൻറ്റ് സംതിങ് ആണ് വരുന്നത്. അപ്പോൾ എന്താണ്? കൂടിയാണ് വരുന്നത്. ഇനി ഇവിടെ നോക്കിക്കേ, നമ്മുടെ ലീസ്റ്റ് അപ്പർ ബൗണ്ടാണ് വേണ്ടത്. അപ്പോൾ ഇതിലെ ലീസ്റ്റ് അപ്പർ ബൗണ്ട് സുപ്രീമം കാണാനായിട്ട് നമ്മൾ വലുതെടുക്കുക. ഇവിടെ വലുതെന്ന് പറയുന്നത് 2 ആണ്. 2, 3, 4 അങ്ങനെ പോകും. വലുതിൽ ഏറ്റവും ചെറുത് ഏതാണ്? 2 ആണ്. അപ്പോൾ ലീസ്റ്റ് അപ്പർ ബൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? 2 ആണ്. ഓക്കെ, ഇനി നമുക്ക് എന്താണ്? നമുക്കിനി ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് കാണണം. അതായത് നമുക്ക് ഇൻഫിമം കാണണം. ഇത് ഇപ്പോൾ 2, 11/6, 14/8 അങ്ങനെ പോകണം. നമുക്ക് അതിൻ്റെ ഒരു അവസാനം നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി ഇത് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ദാറ്റ് മീൻസ് 3n + 5 ഡിവൈഡഡ് ബൈ 2n + 2 എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ പറഞ്ഞായിരുന്നു പോളിനോമിയൽസ് ആണെങ്കിൽ നമുക്കിവിടെ ഹയസ്റ്റ് ഡിഗ്രി വരുന്ന n⁻1 ആണ്, മേലെയും താഴെ. സോ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് 3/2 ആണ്. എന്ത്? നമ്മുടെ ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ A is equal to set of all x element of q റാഷണൽ നമ്പേഴ്സ് x equal to n/n+1 n element of n. അപ്പോൾ എയിൽ വരുന്ന എലമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. 1/2 വരും, 2/3 വരും, പിന്നെ 3/4 വരും എക്സെട്ര. അപ്പോൾ കൂടിയാണ് പോകുന്നത്. ഇനി ഇവിടെയും ആസ് യൂഷ്വൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? നമുക്ക് ഇൻഫിമം കണ്ടുപിടിക്കണം, അതുപോലെ തന്നെ സുപ്രീമം കണ്ടുപിടിക്കണം. അപ്പോൾ എന്താണ്? ഇൻഫിമോ സുപ്രീമോ.
അപ്പോൾ അതിന് വേണ്ടി ഇവിടെ നോക്കിക്കേ, ഇവിടെ ഏറ്റവും ലോവർ ഏതാണ്? ലോവർ വാല്യൂ 1/2 ആണ്. ദാറ്റ് മീൻസ് -1 0 1/2 എക്സെട്ര 1/2. അപ്പോൾ ചെറുതിലെ ഏറ്റവും വലുത് ഏതാണ്? 1/2 ആണ്. ചെറുതിലെ ഏറ്റവും വലുത്, അതായത് ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് ഇവിടെ എത്രയാണ് കിട്ടിയേക്കുന്നത്? 1/2 ആണ്. അതാണ് നമ്മുടെ ഇൻഫിമം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് സുപ്രീമം കാണാനായിട്ട് 2/3 3/4 എക്സെട്ര. ഇതിൻ്റെ ഒരു അവസാനം നമുക്കൊരു ഫൈൻഡ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലേ? അപ്പം നമ്മൾ എന്ത് ഫൈൻഡ് ചെയ്യണം? ഇവിടെ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റിയിലേക്ക് പോകുന്തോറുമുള്ള ആ വാല്യൂ n/n+1 എന്ന് പറയുന്നത് 1 ആണ്. സോ ഇവിടെ ലീസ്റ്റ് അപ്പർ ബൗണ്ട് എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, a ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ x സച്ച് ദാറ്റ് x ഈക്വൽ ടു -1 ഹോൾ റൈസ് ടു n ഇൻറ്റു n. അപ്പോൾ 1 വരുവാണെങ്കിൽ -1 വരും, 2 വരുവാണെങ്കിൽ 2 വരും, 3 വരുവാണെങ്കിൽ -3 വരും, പിന്നെ 4, പിന്നെ -5, അങ്ങനെ പോവുക അല്ലേ? അപ്പോൾ ഇവിടെ എന്താണ്, നമുക്കിവിടെ ഒരു അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, മനസ്സിലായോ? അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇവിടെ ഒരു ഇൻഫിമോ ഇല്ല, അതുപോലെ തന്നെ എന്തും ഇല്ല, സുപ്രീമോ ഇല്ല. അപ്പോൾ നോ ഇൻഫിമം ആൻഡ് സുപ്രീമം. ഓക്കെ, നോ ഇൻഫിമം ആൻഡ് സുപ്രീമം. കാരണം ഇതെന്താണ്? ഇൻഫിനിറ്റിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്കൊരു ഇൻഫിമം എന്ന് പറയാനും ഒന്നുമില്ല, സുപ്രീമം എന്ന് പറയാനായിട്ടും ഒന്നും ഇല്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, a ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ 1 + -1 ഹോൾ റൈസ് ടു n/n എലമെൻറ്റ് ഓഫ് n. അപ്പോൾ നമ്മളിവിടെ വാല്യൂസ് കൊടുക്കുകയാണെങ്കിൽ a ഈസ് ഈക്വൽ ടു ആദ്യം 1 കൊടുക്കുകയാണെങ്കിൽ ഇവിടെ -1 ഹോൾ റൈസ് ടു എന്താണ് 1 എന്ന് പറയുന്നത് -1 ഡിവൈഡ് ബൈ 1 1 + -1/1 എന്ന് പറയുന്നത് 0 ആണ്. അടുത്ത് 2 എടുക്കുകയാണെങ്കിൽ 1 + 1/2 എന്ന് പറയുന്നത് 3/2, പിന്നെ 2/3, പിന്നെ 5/4, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, കൂടി വരികയാണ്. ഇനി ഇവിടെ ലോവർ ബൗണ്ട് എന്താണ്? ഇവിടെ 0, പിന്നെ -1, അങ്ങനെ പോവും. ഇതിലെ ഏറ്റവും വലുത് എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് എന്ന് പറയുന്നത് 0 ആണ്. ഇനി ഇവിടെ നോക്കിക്കേ, നമുക്ക് ഇനി പറയുന്ന പോലെ നമുക്ക് എന്താണ്, നമ്മുടെ ലീസ്റ്റ് അപ്പർ ബൗണ്ടാണ് കണ്ടുപിടിക്കേണ്ടത്, സുപ്രീമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ 0, 3/2 എന്ന് പറയുന്നത് 1.5, പിന്നെ 2/3 എന്ന് പറയുന്നത് 0. സംതിങ് വരുന്നത്, 5/4 എന്ന് പറയുന്നത് 1.25 സംതിങ്, അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഒരു സൈഡിൽ എന്താണ് 0 ആ ഒരു റേഞ്ചിൽ പോവുകയാണ്, ഒരു സൈഡിൽ 1 ആ ഒരു റേഞ്ചിലാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ 3/2 എന്ന് പറയുന്നത് 1.5 ആണ്. ഇവിടെ വരുമ്പോൾ ഇത് കുറയുക ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് ലീസ്റ്റ് അപ്പർ ബൗണ്ടാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ ഏറ്റവും അപ്പർ ബൗണ്ട് ഏതാണ്? 3/2 ആണ് ഉള്ളതിൽ വലുതായിട്ട് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ 3/2 അങ്ങനെയാണെങ്കിൽ എന്താണ്, ലീസ്റ്റ് അപ്പർ ബൗണ്ട് എടുക്കുമ്പോൾ എന്തായിരിക്കും? 3/2 തന്നെയാണ് ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒരു ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ -1 ഹോൾ റൈസ് ടു n അങ്ങനെ ഒരു ടേം ഉണ്ടെങ്കിൽ നിങ്ങൾ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി ഒഴിവാക്കണമെന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിക്കാം. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെയാണെങ്കിൽ നമുക്ക് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി എടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു തോട്ട് നിങ്ങളുടെ മനസ്സിൽ വരിക. അപ്പോൾ നമുക്ക് എന്താണ്, ഇത് എങ്ങോട്ടേക്കാണ് പോകുന്നത്? ഇൻഫിനിറ്റിയിലേക്കും, ഇതും ഇൻഫിനിറ്റിയിലേക്കാണ് പോകുന്നത്. നമുക്കിവിടെ ഒരു ഒന്നും നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല. ഇവിടെയാണെങ്കിലും നമുക്കൊന്നും എന്താണ്, ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റിയിലേക്ക് ചെന്ന് ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല, ഇവിടെ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മളിവിടെ നോക്കുവാണെങ്കിൽ 3/2 ആണ് അവിടെ എന്തായിട്ട് നിൽക്കുന്നത്? ലോവസ്റ്റ് അപ്പർ ബൗണ്ടായിട്ട് നിൽക്കുന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, a ഈസ് ഈക്വൽ ടു π + 1/2 റൈസ് ടു n. അപ്പോൾ അതിൽ ആരൊക്കെ വരും? π + 1/2 റൈസ് ടു 1 എന്ന് പറയുന്ന π + 1/2 ഒരു നമ്പറാണ്. അടുത്തത് എന്താണ്? π + 1/4 വരും. പിന്നെയോ π + 1/8 വരും അല്ലേ? അതായത് കുറഞ്ഞു പോകുന്ന. അപ്പോൾ ഇവിടെ ഇതിൽ അപ്പർ ബൗണ്ട് എന്ന് പറയുന്നത് π + 1/2 ആണ്.
പൈ പ്ലസ് 1/2 ആണ് അപ്പർ ബൗണ്ട്. ഓക്കെ, നമുക്ക് എക്സെട്ര പോകുന്നു. അതിൽ എന്താണ് ഏറ്റവും ലീസ്റ്റ് എന്ന് പറയുന്നത് എന്തായാലും എന്താണ് പൈ പ്ലസ് 1/2 തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, സുപ്രമം എന്ന് പറയുന്ന പൈ പ്ലസ് 1/2 ആണ്. ഇത് നമുക്ക് എന്താണ്, ഇത് എവിടെ അവസാനിക്കുന്നേ നമുക്കൊരു പിടിയില്ല. അപ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം, നമുക്ക് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി, ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി പൈ പ്ലസ് 1/2n 1/2n 1/ഇൻഫിനിറ്റി 0 ആണ്. പൈ പ്ലസ് 0 എന്ന് പറയുന്നത് എന്താണ്, പൈ ആണ്. ഓക്കെ, അപ്പോൾ പൈ എന്ന് പറയുന്നത് എന്താണ്, ഇൻഫിമ എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്, നമ്മൾ ഓർത്തിരിക്കേണ്ട കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഇനി ഇവിടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കിക്കേ. എ സീക്വൻസ് മേ ഹാവ് മോർ ദാൻ 1 ലിമിറ്റ് പോയിൻറ്റ്. എ സീക്വൻസ് മേ ഹാവ് മോർ ദാൻ 1 ലിമിറ്റ് പോയിൻറ്റ്. ഒരു സീക്വൻസിന് ഒന്നിൽ കൂടുതൽ ലിമിറ്റ് പോയിൻറ്റ് കാണും അല്ലേ, എന്തായാലും കാണും. ഇപ്പോൾ -1n ആണെങ്കിൽ അതിൽ -1ഉം 1ഉം ഉണ്ട്. അപ്പോൾ ലിമിറ്റ് പോയിൻറ്റ്സ് ആയിട്ട് നമുക്ക് -1 1 എന്ന് പറയാം. അപ്പോൾ നമുക്ക് എന്ത് തന്നെ പറയാം, എ സീക്വൻസ് മേ ഹാവ് മോർ ദാൻ 1 ലിമിറ്റ് പോയിൻറ്റ്. ഇനി നെക്സ്റ്റ്, ഇഫ് ലിമിറ്റ് ഓഫ് എ സീക്വൻസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ദെൻ ഇറ്റ് വിൽ ബി യൂണിക്. അതായത് ഇപ്പോൾ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ അവിടെ ലിമിറ്റ് പോയിൻ്റ് യുണീക്ക് ആയിരിക്കും. ഓക്കെ, ഇനിയിപ്പോൾ കുറേ ലിമിറ്റ് പോയിൻറ്റ്സ് ഉണ്ട് എങ്കിൽ അവിടെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുമോ, ഇല്ല. ഓക്കെ, അപ്പോൾ അവിടെ എന്താണ്, ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഓർക്കുക, ലിമിറ്റ് പോയിൻ്റ് യുണീക്ക് ആണ് എങ്കിൽ അവിടെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും. അങ്ങനെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുവാണെങ്കിൽ അത് കൺവേർജൻ്റ് ആണെന്ന് പറയാനായിട്ട് പറ്റും. കൺവേർജൻ്റ് ആണെങ്കിൽ എന്താണെന്ന് പറയാൻ പറ്റും, ബൗണ്ടഡ് ആണെന്നുള്ള കാര്യം പറയാനായിട്ട് പറ്റും. ഇനി നെക്സ്റ്റ് വൺ, ഇഫ് എ സീക്വൻസ് ഹാവ് മോർ ദാൻ 1 ലിമിറ്റ് പോയിൻറ്റ് ദെൻ ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്. ഇനി എ ബൗണ്ടഡ് സീക്വൻസ് ഈസ് കൺവേർജൻറ്റ്. നമ്മൾ പറഞ്ഞില്ലായിരുന്നു, അതായത് ലിമിറ്റ് പോയിൻ്റ് യുണീക്ക് ആവണം, പിന്നെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുവാണെങ്കിൽ കൺവേർജൻ്റ് ആയിരിക്കും, തുടർന്ന് അതെന്തായിരിക്കും, ബൗണ്ടഡ് ആയിരിക്കും. അപ്പോൾ എ ബൗണ്ടഡ് സീക്വൻസ് കൺവേർജൻ്റ് ആവണമെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ് ഹാസ് യുണീക്ക് ലിമിറ്റ് പോയിൻറ്റ്. ഇനി എ മോണോട്ടോണിക് സീക്വൻസ് ഈസ് കൺവേർജൻറ്റ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ് ഈസ് ബൗണ്ടഡ്. ഇനി ആൻ ഇൻക്രീസിങ് സീക്വൻസ് ഈസ് കൺവേർജൻറ്റ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ് ഈസ് ബൗണ്ടഡ് എബോവ് ആൻഡ് കൺവേർജസ് ടു ഇറ്റ്സ് ലീസ്റ്റ് അപ്പർ ബൗണ്ട്. അതുപോലെ തന്നെ നേരെ തിരിച്ചും, ആൻഡ് എ ഡിക്രീസിങ് സീക്വൻസ് ഈസ് കൺവേർജൻറ്റ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ് ഈസ് ബൗണ്ടഡ് ബിലോ ആൻഡ് കൺവേർജസ് ടു, എങ്ങടേക്ക് കൺവേർജ് ചെയ്യണം, ബൗണ്ടഡ് ബിലോ ആൻഡ് കൺവേർജസ് ടു ഇറ്റ്സ് ഇൻഫിമം. ഓക്കെയാണോ, കൺവേർജസ് ടു ഇറ്റ്സ് ഇൻഫിമം. ഓക്കെ, അപ്പോൾ ഈ പ്രോപ്പർട്ടീസ് പഠിച്ചു വയ്ക്കുക. ഇനി ഇവിടെ വേറൊരു ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കണേ. ജോമെട്രിക് സീരീസ്, അതായത് 1 + x + x² + x³ + എക്സെട്ര, ഇതൊരു ജോമെട്രിക് റേഷ്യോ ആണെന്നുള്ള കാര്യം നമുക്കറിയാം. ഇനി ഇത് കൺവേർജൻ്റ് ആണെങ്കിൽ ഇവിടുത്തെ മോഡ് എക്സ് എന്ന് പറയുന്നത് <1 ആയിരിക്കും. കൺവേർജൻ്റ് ആണെങ്കിൽ <1. ഇനി ഡൈവേർജൻ്റ് ആണെങ്കിൽ എക്സ് > (1). കൺവേർജൻ്റ് ആണെങ്കിൽ മോഡ് എക്സ് <1ഉം ഡൈവേർജൻ്റ് ആണെങ്കിൽ എക്സ് > (1). ഇനി ഓക്സിലേറ്റിംഗ് ആണെങ്കിൽ എന്താണ്, എക്സ് < (-1). അപ്പോൾ പഠിച്ചു വെച്ചല്ലോ, ജോമെട്രിക് സീരീസ് എന്താണെന്നുള്ള കാര്യം നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഒരു ജോമെട്രിക് സീരീസ് കൺവേർജൻ്റ് ആണോ ഡൈവേർജൻ്റ് ആണോ എന്ന്, അല്ലെങ്കിൽ ഓക്സിലേറ്റിംഗ് ആണോ എന്ന് നമുക്ക് ഒരു ഈസി ട്രിക്കാണ്. എന്താണ്, മോഡ് എക്സ് എന്ന് പറയുന്നത് <1 ആണെങ്കിൽ കൺവേർജൻറ്റ്, എക്സ് എന്ന് പറയുന്നത് > (1 ആണെങ്കിൽ ഡൈവേർജൻറ്റ്, എക്സ് എന്ന് പറയുന്നത് < (-1 ആണെങ്കിൽ ഓക്സിലേറ്റിംഗ് ആണ്. ഓക്കെ, ഇനി ഇവിടെ നോക്കിക്കേ, സമ്മേഷൻ n = 1 to ∞ 1/2n എന്ന് വെച്ചാൽ 1/2 + 1/4 + 1/8 + എക്സെട്ര. ഇവിടെ ഇതൊരു ജോമെട്രിക് സീരീസ് ആണ്. കോമൺ റേഷ്യോ എന്ന് പറയുന്നത് 1/2 ആണ് അല്ലേ, 1/2 ആണ്. അപ്പോൾ നമുക്ക് ഇനി ഇവിടെ എക്സ് എന്ന് പറയുന്നത് എന്താണ്, 1/2 ആണ്. ഓക്കെ, എക്സ് എന്ന് പറയുന്നത് 1/2 ആണ്. ഇനി ഇവിടെ മോഡ് എക്സ് എന്ന് വെച്ചാലും 1/2 ആണ്, മോഡ് എക്സ് എന്ന് വെച്ചാലും 1/2 ആണ്. ഈ 1/2 എന്ന് പറയുന്നത് <1 അല്ലേ. ഓക്കെ, <1 ആണ്. <1 ആണെങ്കിൽ എന്ത് നമുക്ക് പറയാൻ പറ്റും, കൺവേർജൻ്റ് ആണെന്നുള്ള കാര്യം പറയാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സമ്മേഷൻ n = 0 to ∞ -1/3 ആണ്. അപ്പോൾ 1 - 1/3 + 1/3² -1/3 3 ആണ്. അപ്പോൾ ഇവിടെ കോമൺ റേഷ്യോ വന്നേക്കുന്നത് -1/3 ആണ്.
ഓക്കെ, അപ്പോൾ നമുക്ക് മോഡ് എക്സ് എടുക്കുകയാണെങ്കിൽ 1/3 വരും. സിംപ്ലി എക്സ് എടുക്കുകയാണെങ്കിൽ -1/3 വരും. ഈ 1/3 എന്ന് പറയുന്നത് എന്താണ്? ലെസ് ദാൻ 1 ആലോ അല്ലേ? ലെസ് ദാൻ 1 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇവിടെ മോഡ് എക്സ് എടുത്തപ്പോൾ ലെസ് ദാൻ 1 ആണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇത് കൺവെർജൻ്റ് ആണെന്നുള്ള കാര്യം പറയാനായിട്ട് പറ്റും. ഓക്കെ, ഇനി ഇതെന്ന് പറയുന്നത് എന്താണ്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു -1 -1നേക്കാളും താഴെയാണ്. -1 അല്ലെങ്കിൽ -1നേക്കാളും താഴെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഓക്സിലേറ്റിംഗ് എന്ന് പറയാൻ പറ്റും. ഇപ്പോൾ -1/3 എന്ന് പറയുന്നത് 0.33 സംതിങ്ങാണ്. ഇത് -1നേക്കാളും താഴെയാണോ? അല്ല, -1നേക്കാളും താഴെ -2 -3 അങ്ങനെ പോവാം. അപ്പോൾ -1നേക്കാളും വലുതാണിത്. അപ്പോൾ നമുക്ക് എന്താണ് പറയാൻ പറ്റുക? ഇത് കൺവെർജൻ്റ് ആണെന്ന് പറയാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സമ്മേഷൻ n = 0 to ∞ -3n എന്ന് പറയുന്നത് -3n. n-ന് 0 കൊടുക്കുമ്പോൾ എന്താ വരിക? n-ന് 0 കൊടുക്കുമ്പോൾ 1 വരും. പിന്നെ 1 പിന്നെ വരുന്ന അടുത്തത് n-ന് 1 കൊടുക്കുമ്പോൾ -3 വരും. പിന്നെ 9 വരും, -27 വരും, പ്ലസ് എക്സെട്ര വരും. ഓക്കെ, ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഇവിടെ നമ്മുടെ എക്സ് എന്ന് പറയുന്നത് -3 ആണ്. ഇപ്പോൾ മോഡ് എക്സ് എടുക്കുകയാണെങ്കിൽ 3 ആണ്. 3 എന്ന് പറയുന്നത് ലെസ് ദാൻ 1 അല്ല, ആ ഒരു കേസ് തന്നെ പോയി. പിന്നെ ഉള്ള കേസ് എക്സ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണോ? അതും അല്ല. പിന്നെ ഉള്ള കേസ് എന്താണ്? എക്സ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു -1 ആണ്. ആ കേസാണ് ഇതിൽ വരുന്നത്. അപ്പോൾ നമുക്കിത് എന്ത് സീക്വൻസ് ആണെന്ന് പറയാനായിട്ട് പറ്റും? ഓക്സിലേറ്ററി സീക്വൻസ് ആണെന്നുള്ള കാര്യം പറയാനായിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഡിസ്കസ് ചെയ്ത ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ടെസ്റ്റ് ദ കൺവെർജൻസ് ഓഫ് ദ സീരീസ് സമ്മേഷൻ n = 1 to ∞ n+1/n+2 x⁴n ആണ്. അപ്പോൾ നമുക്കിവിടെ n വന്ന സ്ഥിതിക്ക് നമുക്ക് ഏത് യൂസ് ചെയ്യണം? ലിമിറ്റ് n → an1/n എന്നുള്ള ഇതാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത്. അതനുസരിച്ച് നമുക്ക് എങ്ങനെ എഴുതാം? ലിമിറ്റ് n → n+1/n+2 n × 1/n എന്ന് വെച്ചാൽ 1 ആണ്. നമുക്കപ്പോൾ കിട്ടുന്നത് 1 ആണ്. 1 ലെസ് ദാൻ 1 ആണോ? അല്ല. ഗ്രേറ്റർ ദാൻ ആണോ? അല്ല. ഈക്വൽ ടു 1 ആണെങ്കിൽ നമ്മൾ എന്ത് കൺക്ലൂഷനാണ് അവിടെ പറയുന്നത്? നമ്മുടെ റൂട്ട് ടെസ്റ്റ് ഫെയിൽ ആവുന്നേ നമ്മൾ പറയുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു പോസിബിലിറ്റി നമുക്ക് പറ്റുമോ? ഇല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്യാനേ ഇവിടെ പോസിബിലിറ്റി ഉള്ളൂ? നമുക്ക് ലിമിറ്റ് കൊടുത്ത് നോക്കാം. ലിമിറ്റ് n → ∞, ഇവിടെ വരുന്നത് n+1/n+2 n+1/n+2 n ആണ്. അതായത് ലിമിറ്റ് n → ∞, നമുക്ക് n കോമൺ എടുക്കുമ്പോൾ 1+1/n/1+2/n ഓക്കെ, ഇവിടെ നമുക്ക് സെപ്പറേറ്റ് കൊടുക്കാം. ലിമിറ്റ് n → ∞, 1+1/n എന്ന് പറയുന്നത് 1/e ആണ്. ഓക്കെ, ലിമിറ്റ് n → ∞, 1+1/n എന്ന് പറയുന്നത് e ആണ്. ഡിവൈഡ് ബൈ ലിമിറ്റ് n → ∞, 1+2/n എന്ന് പറയുന്നത് e² ആണ്. അപ്പോൾ e/e² വിച്ച് ഈസ് ഈക്വൽ ടു e ആണ്. 1/e ആണ്. 1/e എന്ന് പറയുന്നത് എന്താണ്? ഗ്രേറ്റർ ദാൻ 0 ആണ്. 1/e എന്ന് പറയുന്നത് 0.3 സംതിങ് ആണ് വരുന്നത്. അപ്പോൾ ഇതെന്താണ്? ഗ്രേറ്റർ ദാൻ 0 ആണ്. ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും? ഡൈവേർജൻ്റ് ആണെന്നുള്ള കാര്യം കൺക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി ഇവിടെ കുറച്ച് പ്രോപ്പർട്ടീസാണ് വരുന്നത്. പ്രോപ്പർട്ടീസ് നമുക്ക് നോക്കാം. Every infinite bounded sequence has a limit point. Every infinite ആയിട്ടുള്ള ബൗണ്ടഡ് സീക്വൻസിന് എന്തുണ്ട്? ഹാസ് എ ലിമിറ്റ് പോയിന്റ്. Every bounded sequence has a convergent subsequence. ഇനി any unbounded sequence may or may not have limit point. ഒരു അൺബൗണ്ടഡ് സീക്വൻസിന് ലിമിറ്റ് പോയിന്റ് ഉണ്ടാവാണ്ടിരിക്കാം. പക്ഷേ ഒരു ബൗണ്ടഡ് സീക്വൻസ്
ഒരു ഇൻഫിനിറ്റ് ആയിട്ടുള്ള ഒരു ബൗണ്ടഡ് സീക്വൻസിന് എന്തുണ്ട്, ലിമിറ്റ് പോയിൻ്റ് ഉണ്ട്. എന്നാൽ ഒരു അൺബൗണ്ടഡ് സീക്വൻസിന് ഉണ്ടാവാണ്ടിരിക്കാം. ഓക്കെ, ഇനി മോണോടോണിക് സീക്വൻസിന് ക്യാൻ ഹാവ് വൺ ലിമിറ്റ് പോയിൻറ്റ്. മോണോടോണിക് സീക്വൻസിന് ഒരു ലിമിറ്റ് പോയിൻ്റേ ഉണ്ടാവുള്ളൂ. എ ബൗണ്ടഡ് ആൻഡ് മോണോടോണിക് സീക്വൻസ് ഹാസ് വൺ ലിമിറ്റ് പോയിൻ്റ്. അപ്പോൾ എന്താണ് പഠിച്ചത്? ബൗണ്ടഡ് സീക്വൻസിന് ലിമിറ്റ് പോയിൻ്റ് ഉണ്ട്. പിന്നെ മോണോ എന്ന് പറയുമ്പോൾ തന്നെ 1, അപ്പോൾ ഒരു ലിമിറ്റ് പോയിൻ്റാണ്. ഈ ബൗണ്ടഡ് ആൻഡ് മോണോടോണിക് സീക്വൻസ് ഹാസ് വൺ ലിമിറ്റ് പോയിൻ്റ്. പിന്നെ ബൗണ്ടഡ് സീക്വൻസുകൾക്ക് കൺവേർജൻറ്റ് സബ് സീക്വൻസ് ആണ്. അതുപോലെ തന്നെ അൺബൗണ്ടഡ് സീക്വൻസിന് മേ ഓർ മേ നോട്ട് ഹാവ് ലിമിറ്റ് പോയിൻ്റ്. ഓക്കെ, ഇനി ബോൾസാനോ-വെയ്സ്ട്രാസ് തിയറവും ഹെയ്ൻബോറൽ തിയറവും എന്താണെന്ന് ജസ്റ്റ് നമുക്ക് നോക്കാം. ബോൾസാനോ-വെയ്സ്ട്രാസ് തിയറം: എ ബൗണ്ടഡ് സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് ഹാസ് എ കൺവേർജൻറ്റ് സബ് സീക്വൻസ്. പിന്നെ എവരി ബൗണ്ടഡ് സീക്വൻസ് ഹാസ് ലിമിറ്റ് പോയിൻറ്റ്. ഓക്കെ, രണ്ടും നമ്മൾ കണ്ടതാണ്. അതായത് എന്താണ് അപ്പം ബോൾസാനോ ഫസ്റ്റ് ലെറ്റർ ബി കാണുമ്പോൾ തന്നെ ബൗണ്ടഡിലുള്ള കാര്യങ്ങളാണ് പറയുന്നതെന്ന് ഓർക്കുക. ഒരു ബൗണ്ടഡ് സീക്വൻസിന് ഒരു കൺവേർജൻറ്റ് സബ് സീക്വൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ ബൗണ്ടഡ് സീക്വൻസിന് എന്ത് കാണും? ലിമിറ്റ് പോയിൻ്റ് കാണും. ഓക്കെ, ഇനി ഹെയ്ൻബോറൽ തിയറം ആണെങ്കിൽ എ സബ്സെറ്റ് എസ് ഓഫ് എ റിയൽ നമ്പർ ആർ ഇസ് കോമ്പാക്ട് ഇഫ് ആൻഡ് ഓൺലി ഇഫ് അത് ക്ലോസ്ഡ് ആവണം, ബൗണ്ടഡ് ആവണം. അപ്പം ബോൾസാനോ-വെയ്സ്ട്രാസ് തിയറം ആണെങ്കിൽ ബൗണ്ടഡ് സീക്വൻസിന് ഒരു കൺവേർജൻറ്റ് സബ് സീക്വൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ ബൗണ്ടഡ് സീക്വൻസിന് ലിമിറ്റ് പോയിൻ്റ് കാണും. ഹെയ്ൻബോറൽ ആണെങ്കിൽ കോമ്പാക്റ്റ് ആവണമെങ്കിൽ ക്ലോസ്ഡ് ആവണം, അതുപോലെ തന്നെ ബൗണ്ടഡ് ആവണം. ഓക്കെ, ക്ലോസ്ഡ് ആവണം, ബൗണ്ടഡ് ആവണം. ഇനി ഇവിടെ നെക്സ്റ്റ് നമുക്ക് നോക്കാം. For what value of k the function is continuous at x equal to 0. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആവാനുള്ള ഇത് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അതനുസരിച്ച് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫോർ വാട്ട് വാല്യൂ ഓഫ് k the function is continuous. അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ, ഇവിടെ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് സൈൻ 5x ഡിവൈഡഡ് ബൈ 3x പ്ലസ് കോസ് എക്സ് എന്ന് പറയുന്ന എഫ് ഓഫ് 0 ഈക്വൽ ടു കെനോട് ഇക്വേറ്റ് ചെയ്താണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ 5x ബൈ 5x വരുവാണെങ്കിൽ നമുക്ക് 1 എന്ന് എഴുതാം. ആ ഒരു രീതിയിൽ ഞാനിവിടെ 1/3 ജസ്റ്റ് പുറത്തേക്ക് എടുത്തു. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 5 ഇൻറ്റു സൈൻ 5x ഡിവൈഡഡ് ബൈ 5x. ഓക്കെ, പ്ലസ് ഇവിടെ പ്ലസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എന്താണ്? കോസ് എക്സ്. ഓക്കെ, അപ്പോൾ 1/3 ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ 5x ബൈ 5x 1 ആണ്. 1 ഇൻറ്റു 5 ആണ്. സോ 5/3 പ്ലസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 കോസ് എക്സ്. കോസ് 0 എന്ന് പറയുന്നത് 1 ആണ്. സോ 5/3 പ്ലസ് 1 ഈസ് ഈക്വൽ ടു എന്താണ്? ഈക്വൽ ടു കെനോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, പ്ലസ് 1 ഈസ് ഈക്വൽ ടു കെ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ആൻസർ വരുന്നത് 8/3 ആണ് ആൻസറായിട്ട് വരുന്നത്. കെ ഈസ് ഈക്വൽ ടു 8/3 ആണ് ആൻസർ. ഓക്കെ, അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: for what value of k of the function is continuous at x equal to pi, f of x equal to kx square if x less than or equal to pi, cos x if x greater than pi. അപ്പോൾ ഇവിടെ നമ്മുടെ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു പൈ, എക്സ് ഗ്രേറ്റർ ദാൻ പൈ എന്നാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്? നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കണം? ലിമിറ്റ് എക്സ് ടെൻസ് ടു എ മൈനസ് എഫ് ഓഫ് എക്സും ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സും എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ മൈനസ് എഫ് ഓഫ് എക്സ്, അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈ മൈനസ് അവിടെ എന്താണ്? ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈ കെ എക്സ് സ്ക്വയർ. അതുപോലെ തന്നെ ഇവിടെയോ ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈ കോസ് എക്സ്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈ കെ എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ കെ പൈ സ്ക്വയർ
കെ പൈ സ്ക്വയർ. ഇവിടെ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു പൈ കോസ് പൈ. കോസ് പൈ എന്ന് പറയുന്നത് എന്താണ്? കോസ് പൈ എന്ന് പറയുന്നത് -1 ആണ്. അങ്ങനെയാണെങ്കിൽ കെയുടെ വാല്യൂ -1/π സ്ക്വയർ ആണ് കെയിൻ്റെ വാല്യൂ. ഓക്കെ, ഈസ് ഈക്വൽ ടു എഫ് ഓഫ് പൈ ആലോ. ഇതെന്ന് പറയുന്നത് എഫ് ഓഫ് പൈ ആലോ. അപ്പോൾ എഫ് ഓഫ് പൈ ആണ്, അതനുസരിച്ച് കെയിൻ്റെ വാല്യൂ -1/π സ്ക്വയർ ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. For one value of k, the function is continuous at x equal to 2, f of x equal to kx square if x less than or equal to 2, 3 if x greater than 2. അപ്പോൾ അതും ഇതുപോലെ തന്നെ ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 മൈനസ് കെ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? 4kയും ഇനി ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 പ്ലസ് എഫ് ഓഫ് എക്സ് 3 എന്ന് പറയുന്നത് 3 തന്നെയാണ്. അപ്പോൾ 4k ഇസ് ഈക്വൽ ടു 3 ആണ്. കെ എന്ന് പറയുന്നത് എന്താണ്? കെ എന്ന് പറയുന്നത് 3/4 ആണ് ആൻസർ വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എ എക്സ് പ്ലസ് 3 ഇഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2, എ സ്ക്വയർ എക്സ് -1 ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ 2, ദെൻ വൺ വാല്യൂ ഓഫ് എ ഫോർ വിച്ച് ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് ഫോർ ഓൾ എക്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ആസ് യൂഷ്വൽ ചെയ്യുന്ന പോലെ തന്നെ ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇവിടെ എ എക്സ് പ്ലസ് 3 ആണ്. അതായത് എന്താണ്? 2a പ്ലസ് 3 ആണ്. ഇത് ആരോട് ഇക്വേറ്റ് ചെയ്യണം? ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 പ്ലസ് എ സ്ക്വയർ എക്സ് -1. അതായത് എന്താണ്? 2a സ്ക്വയർ -1 അതിനോട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 2a സ്ക്വയർ -2a 2a സ്ക്വയർ -2a -4 ഈക്വൽ ടു 0. നമുക്കിനിത് സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് ഇതിൽ നിന്നൊരു 2 കോമൺ എടുക്കുകയാണെങ്കിൽ a സ്ക്വയർ -a -2 ഈക്വൽ ടു 0. ഇനി ഇവിടെ നമുക്ക് എന്താണ്? പ്രോഡക്റ്റ് -2ഉം സമ്മ് -1ഉം വരുന്ന രീതി നോക്കുകയാണെങ്കിൽ നമുക്ക് a + 1 ഇൻറ്റു a -2 ഈക്വൽ ടു 0. ഇവിടെ +1 -2 +1 -2 പ്രോഡക്റ്റ് -2 ആണ്. സം ചെയ്യുമ്പോൾ -1 ആണ്. അപ്പോൾ a ഈസ് ഈക്വൽ ടു -1 കിട്ടി, a ഈസ് ഈക്വൽ ടു 2 കിട്ടി. അതാണ് ആൻസർ വരിക. ഓക്കെ, സോ ഇതോടുകൂടി റിയൽ അനാലിസിസിൽ ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനിയും ക്വസ്റ്റ്യൻസ് കിട്ടുവാണെങ്കിൽ ഡെഫിനറ്റ്ലി വീഡിയോ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഇത്രയും ഏകദേശം ഒരു കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു. അപ്പോൾ അതൊക്കെ നിങ്ങൾ പഠിക്കുക. ഓൾമോസ്റ്റ് ഒരു 100 ക്വസ്റ്റ്യൻസോളം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനിയും ക്വസ്റ്റ്യൻസ് കിട്ടുമ്പോൾ വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇത്രയത്തിൻ്റെ എന്തായാലും പഠിച്ചിട്ട് പോവാം. നമുക്ക് റിയൽ അനാലിസിസിലൊരു നല്ല മാർക്ക് സ്കോർ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി അത് ചെയ്ത് നോക്കി പഠിച്ചിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ ഈ വീഡിയോനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്തു. അത് കൂടാണ്ട് തന്നെ നിങ്ങളൊരു ജസ്റ്റ് ഒരു ഷീറ്റ് എടുത്തിട്ട് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ ഒരു എക്സാമിന് കയറുന്നതിന് മുന്നായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പാകത്തിന് ഒരു ജസ്റ്റ് ഒരു പേജിൽ ഈ പറയുന്ന എല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഒരു പേജ് നിങ്ങൾ സെറ്റാക്കുക. ആ പേജ് നിങ്ങൾ ദിവസവും നിങ്ങൾ എന്താണ് അത് പഠിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ പരീക്ഷയുടെ ആ ഒരു സമയമാകുമ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയാലും എല്ലാം പേജ് ഓടിച്ച് നോക്കിയാലും നിങ്ങൾക്ക് അത് ഓർത്തിരിക്കാൻ പറ്റും. ഓക്കെ, അല്ലാണ്ട് നമ്മൾ ഇവിടെ വെച്ച് ക്ലോസ് ചെയ്താൽ പിന്നെ നമ്മൾ നോക്കുമ്പോൾ എന്താണ് നമുക്കത് ബുദ്ധിമുട്ടായിട്ട് തോന്നും. പിന്നെ ആദ്യം മുതലേ തുടങ്ങാൻ നമുക്ക് കുറച്ചൊരു വീക്കൊക്കെ കഴിഞ്ഞ് ആദ്യം മുതലേ തുടങ്ങും. നമ്മളത് മറന്നു പോകും, അത് വേറൊരു കാര്യം. പിന്നെ നമ്മൾ ആദ്യം മുതലേ തുടങ്ങണം. അതിനും ഭേദം ഇപ്പം തന്നെ നിങ്ങൾ റിയൽ അനാലിസിസിൻ്റെ ഒരു ജസ്റ്റ് ഒരു ഷോർട്ട് നോട്ട്, ഓക്കെ, ഒരു 1 പേജ് നിൽക്കുന്ന പോലെ ഒരു ഷോർട്ട് നോട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. അത് ഡെയിലി നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക, സെറ്റ് ഈ പ്രാവശ്യം സ്കോർ ചെയ്യുക. ഓക്കെ, സോ സീ യു ഓൺ ദി നെക്സ്റ്റ് വീഡിയോ. ഓക്കെ, താങ്ക് യു.